നമസ്കാരം, ഞാൻ അനുജ. കടുത്തൊരു വേനൽ കഴിഞ്ഞ് മഴ എത്തിയിരിക്കുകയാണ്. തലസ്ഥാനമാകെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വികസനത്തിന്റെ പേരിൽ പല പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും തലസ്ഥാനത്തിന്റെ റോഡുകളും നടപ്പാതകളും ഇന്നും വെള്ളത്തിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്താൽ റോഡേത് തോടേതെന്ന് തിരിച്ചറിയാനാകാതെ വലയുകയാണ് ജനങ്ങൾ. സ്മാർട്ട് റോഡ് നിർമ്മാണ സ്ഥലങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സംവിധാനങ്ങളോ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കും കാരണമാകും. വെള്ളക്കെട്ടിൽ ജനം നട്ടം തിരിയുമ്പോഴും പ്രതിരോധിക്കാൻ മാർഗമില്ലാതെ നഗരസഭയും ഉദ്യോഗസ്ഥരും ഇരുട്ടിൽ തപ്പുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇതിനു മുമ്പ് നഗരം വെള്ളത്തിനടിയിലായത്. 7 മാസം പിന്നിടുമ്പോഴും ഇതിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല. തലസ്ഥാനത്തെ 3 മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വെള്ളപ്പൊക്കം തടയാനുള്ള നടപടികൾ പ്രഖ്യാപിച്ചെങ്കിലും അതും വെള്ളത്തിൽ വരച്ച വര പോലെയായി. കഴിഞ്ഞ തവണ വെള്ളം കയറിയ പല സ്ഥലങ്ങളിലും പദ്ധതികളൊന്നും നടപ്പാക്കാതെ ഇന്നും മഴ തുടരുമ്പോൾ വെള്ളം കയറുന്ന സ്ഥിതിഗതികളാണ് കണ്ടുവരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭയാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കുന്നത്. ഇത്തവണ ഓരോ വാർഡിലും 2 മുതൽ 2.5 ലക്ഷം വരെ നൽകിയിട്ടുണ്ട്. ഓടയുണ്ടെങ്കിലും കൃത്യസമയങ്ങളിൽ ഇത് ശുചീകരിക്കാനാവാതെ അധികൃതർ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ശേഷം നവീകരണം നടത്തിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ അത് പാലിക്കാതെ വരുന്നതാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള കാരണമെന്നും ഇവിടുത്തെ ജനങ്ങൾ പറയും. സ്ഥിരം വെള്ളക്കെട്ടുണ്ടാകുന്ന ഇവിടെ കുറച്ചു നാളുകൾക്ക് മുൻപാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചത്. റോഡിൽ നിന്നും അല്പം പൊക്കിയാണ് നടപ്പാത ഉൾപ്പെടെ ഓടകൾ പണിഞ്ഞിരിക്കുന്നത്. ഓടയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നഗരസഭ നീക്കം ചെയ്യാത്തതിനാലാണ് വെള്ളം ഇത്തരത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ആളുകൾക്ക് കൃത്യമായി നടപ്പാതയിലൂടെ പോലും നടക്കാനാവാത്ത സ്ഥിതിഗതികളാണ്. കിഴക്കേക്കോട്ടയിൽ മാത്രമല്ല, ചാക്കയിലും മറ്റു പ്രദേശങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണിപ്പോൾ. മഴ പെയ്താൽ റോഡിന്റെ ഇരുവശത്തും മുട്ടിനൊപ്പം ഉയരത്തിലാണ് വെള്ളം പൊങ്ങുന്നത്. ഇത് ബൈപ്പാസിൽ ഉൾപ്പെടെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുമുണ്ട്. ബൈപ്പാസിലെ ഓടയിൽ കൃത്യമായ ശുചീകരണമില്ലാതെ മാലിന്യം നിറഞ്ഞൊഴുകുന്നത് തടസ്സപ്പെട്ട് റോഡ് വെള്ളത്തിലാകാൻ കാരണമാകുന്നു. തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ക്ഷേത്രമായ ശ്രീ പത്മനാഭന്റെ മുന്നിലെ ദൃശ്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. നഗരസഭാ ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടും യാതൊരു നടപടിയും ഇതിനെതിരെ എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദിനം പ്രതി നിരവധി സഞ്ചാരികളാണ് ഈ റോഡ് മാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പൊതുജനങ്ങൾ ഒന്ന് കരുതിയിരിക്കുക. വണ്ടി വാങ്ങുമ്പോൾ ഒരു വള്ളം കൂടി വാങ്ങി സൂക്ഷിച്ചു വെച്ചാൽ നന്നായിരിക്കും.